ദേശീയപാത 66 ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഉണ്ടായ മണ്ണിടിച്ചിലും അപകടങ്ങളും ഒക്കെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. നമ്മൾ ആ കാര്യങ്ങൾ പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ആറുവരിപ്പാതയാണ് നിർമ്മിക്കുന്നതെങ്കിലും റോഡ് തകർന്നു വീണ് കൂരിയാടിന് സമീപം ഏതാനും മീറ്റർ അകലെ ദേശീയപാത 5 വരിയായി ചുരുങ്ങുന്നുണ്ട്. ഈ ഭാഗത്ത് സർവീസ് റോഡില്ല. പെട്ടെന്ന് റോഡ് വീതി കുറയുന്നത് അപകടങ്ങളിലേക്ക് നയിക്കും എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ആ റിപ്പോർട്ട് കാണാം. പേര് 6 വരി പാതയാണ്, പക്ഷേ കൂരിയാട് പാലത്തിന് സമീപമെത്തുമ്പോൾ 5 വരി പാതയായി ചുരുങ്ങുകയാണ്. സർവീസ് റോഡും ഇവിടെ ഇല്ല. കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് 3 വരിയുണ്ട്. എന്നാൽ തൃശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വശത്ത് ഉള്ളത് 2 വരി മാത്രം. 6 വരി പാതയിലൂടെ വരുന്നവരും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും വന്നു ചേരുന്നത് ഈ 2 വരി മാത്രമുള്ള ഭാഗത്തേക്കാണ്. കൂരിയാട് പഴയ പാലത്തിന് സമീപമാണ് വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. ദേശീയപാത പൂർണ്ണമായി തുറന്നാൽ വീതി കൂടിയ ഭാഗത്ത് നിന്ന് പൊടുന്നനെ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് വാഹനങ്ങൾ എത്തുമ്പോൾ അപകടം ഉറപ്പെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കക്കാട് കഴിഞ്ഞ് വരുന്ന ഈ ദേശീയപാതയിൽ പനമ്പുഴ ഭാഗത്തുള്ള ഈ പാലം, പഴയ പാലം, ഏകദേശം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്ത പാലമാണ്. ഈ പാലം പുനർനിർമ്മിക്കാതെ അതിൻ്റെ മുകളിലൂടെ ഹൈവേ ദേശീയപാത 6 വരിപ്പാത നിർമ്മിച്ച ഒരു സാഹചര്യമാണുള്ളത്. 3 വരിയിൽ വരുന്ന പാത 2ആയി ചുരുങ്ങുകയും അതുമാത്രമല്ല ഈ സർവീസ് റോഡും 2ആയി എല്ലാം ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രൂപമാണുള്ളത്. ഇവിടെ വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. ഇത് പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് KNRC കമ്പനിക്കും NHI അധികൃതർക്കും അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. റോഡ് ചെറുതായി പോകുന്ന അപകടങ്ങൾ ഇപ്പോൾ ഈ സ്കൂളുകൾക്കും വളയിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും വാഹനങ്ങൾ, പിന്നെ ചില സൈഡിൽ കൂടെ വളരെ വലിയ വാഹനങ്ങൾ പോയതുകൊണ്ട് തന്നെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് ഈ പഴയ പാലത്തിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിലൂടെ മാത്രം കടന്നു പോകാൻ അനുമതിയുള്ള ബൈക്കും ഓട്ടോറിക്ഷയും ഇവിടെ എത്തുമ്പോൾ പുതിയ പാതയിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ബസ്, കണ്ടെയ്നർ ലോറി അടക്കമുള്ള വാഹനങ്ങൾ മതിയായ വീതിയില്ലാത്ത ഈ ഭാഗത്തു കൂടെ തന്നെ വേണം സഞ്ചരിക്കാൻ. കൂരിയാട്ടെ പഴയ പാലം സംരക്ഷിക്കാനാണ് റോഡ് ഇങ്ങനെ നിർമ്മിച്ചതെന്നാണ് ദേശീയപാത അധികൃതരുടെ വിശദീകരണം. സർവീസ് റോഡും സ്ഥാപിക്കണം, ഈ റോഡ് 3 ട്രാക്കായിട്ട് സ്ഥാപിക്കണം. ഈ ഡ്രൈനേജ് പുഴയിലേക്ക് വന്ന് കൊണ്ടുവരുമ്പോൾ ഇടിച്ചിൽ സാധ്യത ഉണ്ടോ ഇല്ലെന്നുള്ള പഠനം നടത്തേണ്ടതുണ്ട്. സമീപത്ത് മുഴുവൻ ഇടിച്ചിൽ നടക്കുന്നുണ്ട്. അപ്പുറത്ത് 15 മീറ്ററോളം ഏകദേശം കരടിഞ്ഞ് പോയിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രിക്കോഷൻസും ഇല്ലാതെയാണ് ഈ ഹൈവേ ഉണ്ടാക്കിക്കൊണ്ടില്ല. അത് ശരിയാക്കിയാൽ പോലും ഒരു മഴക്കാലത്ത് അടുത്ത ഒരു ഭീഷണി വരുന്നത് ഈ റെയിൻ വാട്ടറുമായി ബന്ധപ്പെട്ടാണ് വരാൻ പോകുന്നത്. അതും കൂടി ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഇതിൽ 5 പതിറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ പാലത്തിന്. മാത്രമല്ല പാലത്തിന് സമീപം പുഴയിൽ കരയിടിച്ചിലുമുണ്ട്. പാലം വീതിയോടെ പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ.